ഇന്ന് നമ്മുടെ ചാനലിൽ ISL വീഡിയോ ഇല്ല. അത് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഇതൊരു സർപ്രൈസ് ആണെന്നറിയാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഇത് പറയാൻ വിട്ടുപോയി. ഇന്ന് ഗോകുലം കേരള അവരുടെ ലീഗ് അല്ല, ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിന്റെ ആ ഒരു ക്യാമ്പയിൻ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ചാൻമാരി FC-ക്കെതിരെ ആയിരുന്നു മത്സരം. ഞാനിങ്ങനെ അത് കാണണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. രാത്രി ബംഗളൂരു പഞ്ചാബ് കണ്ടാലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ യൂട്യൂബിൽ എന്തായാലും സ്ട്രീം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു ഗോകുലം കേരളയുടെ വീഡിയോസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും ISL ആദ്യ മത്സരം നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓവൻ കോയിൽ മാജിക്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓവൻ കോയിൽ ഒരു ഡാർക്ക് ഹോഴ്സ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന്. അതിന്റെ ഒരു റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോകുലം കേരള FC-യും ചാൻമാരി FC-യും തമ്മിൽ നടന്ന ഈ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്ക് ആദ്യം പറയാനുള്ളത് ചാൻമാരി FC-യെ കുറിച്ച് തന്നെയാണ്. നിങ്ങളിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഒരു വർഷം എൻ്റെ ഒരു PG പഠനത്തിനായിട്ട് മിസോറാമിൽ പോയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഡൽഹി പോകായിരുന്നു, വേണമെങ്കിൽ കോട്ടയത്തുള്ള ക്യാമ്പസിൽ പോകായിരുന്നു, വേണമെങ്കിൽ ഹൈദരാബാദ് പോകായിരുന്നു. പക്ഷേ ഞാൻ മിസോറാമിൽ തന്നെ പോയി. കാരണം ഫുട്ബോൾ തന്നെയാണ്. ഞാൻ ഒരുപാട് ഖാലിദ് ജമീലിൻ്റെ ഐസോൾ അന്ന് ലീഗ് അടിച്ചതിനെ കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിരുന്നു. ആ ഒരു ഭ്രാന്തിലാണ് ഞാൻ നേരെ പെട്ടിയും കിടക്കെടുത്ത് മിസോറാമിൽ പോയത്. ആ ഒരു വർഷം ഞാൻ ശരിക്കും അവിടുത്തെ ലോക്കൽ ഫുട്ബോളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. ഈ ചാൻമാരി FC-യുടെയും ഐസോൾ FC-യുടെ ഒക്കെ മത്സരങ്ങൾ ഞാൻ എൻ്റെ കോളേജ് ന്യൂസ് പേപ്പറിനും അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഐസോൾ FC-ക്ക് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ അവരുടെ മാച്ചുകളും കവർ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് മിസോറാം ഫുട്ബോളിനോട് ഭയങ്കര ഒരു ആരാധനയാണ്. കാരണം അവിടെ ഉള്ള റിസോഴ്സുകൾ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ ഉള്ള ടാലന്റ് എന്താണെന്നും എനിക്കറിയാം. ഇന്നത്തെ ഈ മത്സരത്തിൽ ശരിക്കും ചാൻമാരി FC പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു റിസൾട്ട് ഇല്ലേ, അത് ശരിക്കും ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു റീജിയൻ, ഇത്രയും ഫുട്ബോളർമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ, എന്നാലും അവിടെ നമ്മൾ ഈ ഇവിടെ ഒന്നും കാണുന്ന പോലത്തെ അത്രയും ഫെസിലിറ്റികളോ അത്രയും ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നുമില്ല. എന്നിട്ടും അവിടെ നിന്ന് ഇത്രയും ടാലന്റുകൾ വരുന്നു എന്നുള്ളത് ഭയങ്കര വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കുമെന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരാണല്ലേ. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ മിസോറാം പോലത്തെ സ്ഥലങ്ങളിലാണ് നല്ല അക്കാഡമികളും നല്ല ഹൈ പെർഫോമൻസ് സെന്ററുകളും വരേണ്ടത്. കാരണം അവിടെ അങ്ങനത്തെ സെന്ററുകൾ വളരെ കുറവാണ്. എന്നിട്ടും ആ ക്ലബ്ബുകൾ, ഈ ഐസോൾ FC ആയിക്കോട്ടെ, ചാൻമാരി ആയിക്കോട്ടെ, വേറെ മിസോറാം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അവരെല്ലാവരും ഓരോരോ ടാലന്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് കളിച്ച് ലീഗിലും ISL-ലും ഒക്കെ എത്തി വളരെ വലിയ വലിയ ടീമുകളുടെ വളരെ ക്രൂഷ്യൽ ഭാഗമാവുന്നത്. ഇന്ന് തന്നെ ഇന്നത്തെ ആദ്യത്തെ ISL മത്സരത്തിൽ തന്നെ എഡ്മണ്ടിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു അല്ലേ. അനദർ മിസോറാം ഗൈ. ആ മത്സരത്തിൽ തന്നെ മാർക്ക് സോത്താൻ പൂയ വീണ്ടും മിസോറാംകാരൻ. കേരളത്തിൽ നമ്മൾ ഫുട്ബോളിനെ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹം ഉണ്ട്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ 2% പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇമാതിരി ടാലന്റുകളെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചാൻമാരി ഈ വർഷം ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലേക്ക് പ്രൊമോഷൻ നേടി വന്ന ഒരു ടീമാണ്. എന്നിട്ടും ഈ സീസണിലെ ഒരു മെയിൻ ടൈറ്റിൽ കണ്ടന്ററായ ഗോകുലം കേരളനെ അവർ ഈ മത്സരത്തിൽ പിടിച്ചു നിർത്തി എന്നുള്ളത് ഒരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ മിസോറാമിൽ നിന്നുള്ള ടീമുകളോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്ലേയേഴ്സിനോ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവരുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. വേറെ പിച്ചിൽ ആരും കൊണ്ടുവരാത്ത ഒരു ഫൈറ്റ് അവർ കൊണ്ടുവരും എല്ലാ മത്സരത്തിലും. റിസൾട്ട് അവർക്ക് ഫേവറബിൾ അല്ലെങ്കിലും കളിയുടെ ഗതി അവർക്ക് എതിരെയാണെങ്കിൽ പോലും അവർ ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്നത് വരെ ഫൈറ്റ് ചെയ്യും. അത് തന്നെയാണ് ചാൻമാരി FC-യിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ടത്. ചില നിമിഷങ്ങളിൽ ഭാഗ്യം അവരെ തുണച്ചിരുന്നു, പക്ഷേ ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് ഇന്ന് ചാൻമാരി FC ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെയാണ് കളിച്ചത്. ഈ ലീഗ് സീസണിൽ എന്തായാലും അവർക്ക് നിലനിൽക്കാൻ പറ്റട്ടെ. കാരണം മിസോറാമിൽ നിന്നുള്ള പ്ലെയേഴ്സിനും ക്ലബ്ബുകൾക്കും കുറച്ചും കൂടെ വിസിബിലിറ്റി നാഷണൽ ലെവലിൽ കിട്ടിയേ പറ്റൂ. ഇനി നമുക്ക് ഗോകുലം കേരളയിലേക്ക് വരാം. ഈ സീസണ് മുന്നോടിയായിട്ട് അവർ ശരിക്കും ലീഗ് ടൈറ്റിലിന് വേണ്ടി ഞങ്ങൾ കമ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു സിഗ്നൽ നൽകിയിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അവർ ജോൺ കെന്നഡിനെ കൊണ്ടുവന്നു, നിലി പെർഡോമോ തിരിച്ച് ക്ലബിലേക്ക് വന്നു, അല്ലറ ചില്ലറ പുതിയ ഇന്ത്യൻ സൈനികങ്ങളും ക്ലബിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അവർ തന്നെയായിരുന്നു വൺ ഓഫ് ദ ഫേവറേറ്റ്സ്. പക്ഷെ ഇന്ന് അവർക്ക് ഒരു ജയം കണ്ടെത്താനായില്ല എന്നുള്ളതൊരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നിലി പെർഡോമോ തന്നെയാണ്.
കാരണം ഈ ക്ലബ്ബിൽ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള പ്ലെയറാണ്, ക്യാപ്റ്റനാണ്. ഒരു വലിയ പെർഫോമൻസ് പെർഡോമോയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ പുള്ളിക്ക് ആ ഒരു പെർഫോമൻസിൽ ആ നിലവാരം പുലർത്താനായില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വലിയ ചാൻസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ, അത് ഓബ്വിയസ്ലി മിസ് ചെയ്തു. ശരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൺവേർട്ട് ചെയ്യണമായിരുന്നു നിലി. പിന്നെ സെറ്റ് പീസുകളായിക്കോട്ടെ, അതിൻ്റെ ഡെലിവറി ആയിക്കോട്ടെ, ആ ഒരു ക്വാളിറ്റി യൂഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു ക്വാളിറ്റി കാണാനായില്ല. ശരിക്കും അങ്ങനെ ഒരു പ്ലെയറിൽ നിന്നും ബാക്കി ഇപ്പൊ കാസിമോവും എല്ലാവരും വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ സൈനിങ് ആണ് ഗോകുലം കേരളനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവരെല്ലാവരും ഈ ഒരു ലീഗിൽ അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ ആദ്യമായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആണ്. അപ്പൊ അവർക്കൊരു സെറ്റിലിംഗ് ഇൻ പീരീഡ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നിലിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇവിടെ കളിച്ച് പരിചയമുള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആൻഡ് ഇപ്പൊ ഒരു ഗോൾ അവിടെ കയറിയിരുന്നെങ്കിൽ കളി മൊത്തത്തിൽ മാറിയനെ. ആ ഒരു നിലിയുടെ ചാൻസ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കളി അവിടെ മാറിയനെ. ഈ ടീമിനെ ഈ സീസണിൽ നയിക്കേണ്ട ജോലിയുള്ള, ഇവിടെ ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് ഉള്ള നിലിയിൽ നിന്നും എന്തായാലും ഒരു വലിയ ഇംപ്രൂവ്മെന്റ് ഗോകുലം കേരള പ്രതീക്ഷിക്കുന്നുണ്ടാവും. കോച്ച് ഡെറിക് പെരേര അത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ നിന്ന് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കാസിമോവിന്റെ കുറച്ച് ലോഡ് കുറയും. അതുപോലെ തന്നെ കെനഡിയെ കൂടുതൽ കളിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ജോൺ കെനഡിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാലിക്കറ്റുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. ഗോളുകൾ അടിച്ചു കൂട്ടാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. ഈ ഐ ലീഗ് ലെവലിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്തായാലും ഗോകുലം കേരളയ്ക്ക് ഈ ഒരു മത്സരത്തിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ നിലീനെ പോലത്തെ ഒരു പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത്. മറ്റേത്, ഈ ഫൈനൽ തേർഡിൽ ഇപ്പൊ രാഹുൽ രാജു ആയിക്കോട്ടെ, ഷിഗിൽ ആയിക്കോട്ടെ, അവർക്ക് ആർക്കും ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാനായില്ല. അറ്റംപ്റ്റുകൾ ടാർഗറ്റിൽ അടിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ആ ഒരു ക്ലിനിക്കൽ നേച്ചറും കൂടെ കൊണ്ടുവരണം. ബിക്കോസ് ഒരു കെനഡിയിലോ തബീസോ ബ്രൗണിലോ മാത്രം റിലേ ചെയ്തുകൊണ്ട് അവർക്ക് ഈ സീസണിൽ ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല. അതിന് ചുറ്റുമുള്ള പ്ലെയേഴ്സും കൂടെ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. എന്നാലേ ഇതൊരു കമ്പൈൻഡ് ടീം എഫേർട്ടായിട്ട് അവർക്ക് ഈ മത്സരങ്ങളൊക്കെ ജയിച്ച് ആ കപ്പ് സ്വന്തമാക്കാനാവുകയുള്ളൂ. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, ഈ സീസൺ ഗോകുലം കേരളയ്ക്ക് ആക്ച്വലി കപ്പടിക്കാനാവുമോ? എന്തായാലും ആദ്യത്തെ മത്സരത്തിൽ അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടേ അല്ല. ബിക്കോസ് ഇങ്ങനൊരു തുടക്കം അവർ പ്രതീക്ഷ കാണില്ല. ചാൻമാരി ഒരു പ്രൊമോട്ടായി വന്ന ടീം, ഇവർ അത്യാവശ്യം നല്ലോണം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് ഗോകുലം കേരള. അപ്പോൾ ഉറപ്പായിട്ടും അവർ ആ 3 പോയിന്റ്സിന് വേണ്ടി തന്നെയാണ് ഇന്ന് ഐസോളിലേക്ക് ട്രാവൽ ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു റിസൾട്ട് അവർക്ക് കൊണ്ടുവരാനായില്ല. ഈ സീസണിൽ ആകെ 9 മത്സരങ്ങളെ ഒരു ടീമിനുള്ളൂ. അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബർ ആയിക്കോട്ടെ, ശ്രീനിധി ആയിക്കോട്ടെ, ആ 2 ടീമുകളും ടൈറ്റിലിന് ചാലഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ആ 2 ടീമുകളുടെ പെർഫോമൻസ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടിട്ടെ ഗോകുലം കേരള എവിടെയാണ്. ഈ ഒരു 3 ക്ലബ്ബുകളെ നമ്മൾ, ഇത് ഇനീഷ്യൽ ഒരു കമ്പാരിസൺ ആണ്. ഈ 3 ക്ലബ്ബുകളാണ് പ്രീ സീസൺ ഫേവറേറ്റ്സ്. ആ 3 ക്ലബ്ബുകളിൽ ഗോകുലം കേരളയുടെ റാങ്കിങ് എവിടെയാണെന്ന് ഡയമണ്ട് ഹാർബറും ശ്രീനിധിയും കളിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും മറ്റ് 2 ടീമുകളിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈസി ടാസ്ക് ആയിരിക്കില്ല. ഈ ഒരു മത്സരം ഗോകുലം ജയിച്ചിരുന്നെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ആയിരുന്നേനെ, അത് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടിയേനെ. പക്ഷേ ഡ്രോയിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ 9 മത്സരങ്ങളേ ഉള്ളൂ. ഡയമണ്ട് ഹാർബറും ശ്രീനിധിയും ജയിക്കുകയാണെങ്കിൽ പിന്നെ അവർ ഫുൾ സീസൺ ആ 2 ടീമുകളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വർഷത്തെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിന്റെ ടൈറ്റിൽ റേസ് നല്ല ടൈറ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് പിന്നെ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ അൺപ്രഡിക്റ്റബിൾ സംഭവം ഈ ഒരു ലീഗിൽ, അത് ഐ ലീഗ് ആയിരുന്നപ്പോഴും ഇപ്പോഴും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഭയങ്കര കെയോസ് ആണ് ഈ ലീഗിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗോകുലം കേരള ഫാൻ ആണെങ്കിൽ എന്തായാലും ഇനിയുള്ള 8 മത്സരങ്ങളിൽ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ പ്രതീക്ഷിക്കാം. ബിക്കോസ് ഈ ലീഗിന്റെ പേരേ മാറിയിട്ടുള്ളൂ. ഈ കെയോസും ഈ ക്രേസി നേച്ചറും ഒക്കെ ഈ ലീഗിന്റെ ഒരു കൂടപ്പറപ്പ് പോലെയാണ്. അതെല്ലാ കൊല്ലം ഉണ്ടാവും. അപ്പൊ അതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ ചെറിയൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. എന്തായാലും ഈ സീസൺ ഗോകുലം കേരളയുടെ മത്സരങ്ങൾ കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത മത്സരം അടുത്ത ശനിയാഴ്ച നാംദാരിക്കെതിരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സും കളിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് 7:30 ചെന്നൈ ആയിട്ട്, ഗോകുലം കേരള 4 മണിക്കാണ് നാംദാരി ആയിട്ട്. നാംദാരി ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ ഐസോളായിട്ട് 1-1 ഡ്രോ ആയിരുന്നു. എന്തായാലും ആ മത്സരത്തിനെ കുറിച്ച് ഞാനൊരു പോസ്റ്റ് മാച്ച് വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന പോലെ നമുക്കത് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഗോകുലം കേരള ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സീസണിലെ എക്സ്പെക്ടേഷൻസ് തീർച്ചയായിട്ടും എന്നോട് പറയുക. വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഐ ലീഗ് വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ISL വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. എന്നാൽ പിന്നെ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.